അസ്സലാമു എൻ്റെ ഒരു അജ്മൽ, ഇത് റോക്കി. അപ്പോൾ ഇന്ന് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മറ്റേ പപ്പീസിനെ ഡോഗ്സിനെ വളർത്തുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു പ്രൊഫഷണൽ ഡോഗ് ട്രെയിനർ അല്ല, പക്ഷേ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഞാൻ തന്നെ പഠിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരിതാണ്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായ്ക്കുട്ടിയെ എങ്ങനെ ഇരുത്താൻ പഠിപ്പിക്കുക. നമ്മൾ എപ്പോൾ ഇരിക്കാൻ പറഞ്ഞാലും നായ്ക്കുട്ടിനെ ഇരുത്താൻ പഠിപ്പിക്കുക. ഹൗ ടു ട്രെയിൻ യുവർ ഡോഗ് ടു സിറ്റ്. എപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടാലും അവൻ ഇരിക്കണം. അവൻ എത്ര ഓടുകയാണെങ്കിലും ചാടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അവൻ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഒന്ന് ട്രീറ്റ് കൊടുത്തിട്ടുള്ള ട്രെയിനിങ്. ട്രീറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതല്ലാതെ വേറെ ലീഷ് ട്രെയിനിങ് ഉണ്ട്. ഈ കോളർ വെച്ചിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഗുഡ് ബൈ. അപ്പോൾ എങ്ങനെയാണ് ട്രീറ്റ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ മണത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ പൊക്കവടയാണ്. നായ്ക്കുട്ടിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതാദ്യം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ആളുകൾ ഡോഗ് ഫുഡ് എടുക്കുക, ട്രീറ്റ് എടുക്കുക, ബിസ്ക്കറ്റ് എടുക്കുക, എന്തും ആവാം. അപ്പോൾ നായ്ക്കുട്ടിക്ക് താല്പര്യമുള്ള സാധനം ആദ്യം എടുക്കുക എന്നുള്ളത്. അവൻ ആദ്യം ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രീറ്റ് എടുത്തതിന് ശേഷം നായ്ക്കുട്ടി എങ്ങനെയാണ് വേണ്ടത് എന്ന ആവശ്യം. നമുക്കിപ്പോൾ ഇവൻ ഈ ഒരു പൊസിഷനിൽ, സിറ്റ് എന്നുള്ള പൊസിഷനിൽ ഇരിക്കണമെങ്കിൽ, സിറ്റ് എന്നുള്ള പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. നോർമലി ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ നായ്ക്കുട്ടികൾ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഈ ട്രീറ്റിൻ്റെ മുമ്പത്ത് ഇങ്ങനെയായിരിക്കും നിൽക്കുക. നമ്മൾ ഈ ട്രീറ്റ് വെച്ചിട്ട് പതുക്കെ ബാക്കിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഓൾറെഡി ഇരിക്കും. ഗുഡ് ബോയ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കുക. ഇത് പൊക്കോടെയാണ്, വീണ്ടും പറഞ്ഞത് പൊക്കോടെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് സാധനം എടുക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കുക. അതിനുശേഷം അവർ ഈ പൊസിഷനിലായിരിക്കും നോർമലി. നമ്മൾ അവരിനെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. ഇത് മൂക്കിൻ്റെ തുമ്പത്ത് പിടിച്ചിട്ട് കൈ ഇങ്ങനെ മുറുക്ക പിടിക്കുക, കൊടുക്കാതെ തന്നെ തുമ്പത്ത് പിടിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകും. ഓട്ടോമാറ്റിക്കലി ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് കൊടുക്കും. ഗുഡ് ബോയ്. പിന്നെ ഓൾറെഡി സിറ്റ് പഠിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. ഈ പൊസിഷനിൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് എന്ന് പറയാന്നുള്ളതാണ്. ഓക്കെ, നോക്കോളൂ. സിറ്റ്. ഗുഡ് ബോയ്. നമ്മൾ ബാക്കിൽ പിടിച്ച് അവൻ ഇരിക്കുന്ന സ്പോട്ടിൽ തന്നെ സിറ്റ് എന്ന് പറയുക. സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാൽ ഉടനെ തന്നെ നമ്മൾ ട്രീറ്റ് കൊടുക്കുക. ഗുഡ് ബോയ് എന്ന് സംരക്ഷിക്കാത്ത ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, കൊടുക്കുന്നു. ഇരിക്കുന്ന സ്പോട്ടിൽ സിറ്റ്. ഗുഡ് ബോയ്. ഇതാണ് സിമ്പിളായിട്ടുള്ള ഈ സ്റ്റെപ്പ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് എടുത്തതിന് ശേഷം പറയുക. ഓക്കെ, സിറ്റ് സിറ്റ് സിറ്റ്. ബോയ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ്, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ട്രീറ്റ് എടുക്കുന്നു. ട്രീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവന്ന് ഇരിക്കുന്ന സ്പോട്ടിൽ നമ്മൾ സിറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിന് വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. സിറ്റിന് ഒറ്റ വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയായിരിക്കും. ഓക്കെ ഓക്കെ, സിറ്റ്. നമ്മളെപ്പോഴും ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും റോക്കി ആണെങ്കിലും ഡോളി ആണെങ്കിലും ആരാണെങ്കിലും സിറ്റ്. ഫൈനൽ സ്റ്റേജ് അവസാനം നമ്മൾ ട്രീറ്റ് കൊടുക്കാതെ അവരെ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് 1-2 ആഴ്ചകൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയായിരിക്കും. സിറ്റ്.
ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. നമ്മൾ അവർക്കതൊരു ഇഷ്ടം, സ്നേഹം അല്ലെങ്കിൽ കളി എന്നുള്ള മൈൻഡ് ആകണം. അല്ലാതെ അവരെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നൊരു ഫീൽ ആയിക്കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കില്ല, നമ്മൾ കിടന്ന് പടാപ്പാട് ചെയ്യും. പിന്നെ വെറുതെ ആവർത്തിച്ച് പറയാതിരിക്കുക. എത്ര തന്നെ കളിച്ചാൽ അവർക്കൊരു പ്ലേഫുൾ മൈൻഡ് ആയിരിക്കണം. അവർ ചെയ്യുന്നത് അവർക്കൊരു ഇഷ്ടം തോന്നണം. ശരി, ചില സമയത്ത് കുട്ടിക്കാരൊക്കെ കാണിക്കണം. എനിക്ക് ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.